Kasargod. Yes. I spoke to you by Instagram. Okay. We were talking. Why open chedo? Okay. Actually, Mangalore consultation Dr. Mustafa or something. Comfortable. Dr. Richardson, daily. പക്ഷെ പോയി കാണിച്ചായിരുന്നു ഓൾറെഡി പുള്ളിക്കാരൻ. ഡോക്ടറെ മനു പോയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്ലാൻ ആയിരുന്നു. അപ്പൊ ഞാൻ ഒരു കംഫർട്ടബിൾ അല്ല, എനിക്ക് റിച്ചാർഡ്സൺ ഡോക്ടറിനെ അറിയാന്ന് പറഞ്ഞിട്ട്. നിങ്ങൾ ഫ്രണ്ടാ? joined France. മൗത്ത് ഓപ്പൺ ചെയ്തോ? ഓക്കെ, കടിച്ചോ? ഓപ്പൺ കടിച്ചോ? ശരി. ഇപ്പം നിങ്ങൾക്ക് എന്താ ചെയ്യണം ആക്ച്വലി അത് പറയും ഫസ്റ്റ്. ഈ ജോയിന്റ് സർജറി ചെയ്യണം. നോക്കാൻ വേണ്ടി ശരിയാക്കണോ അല്ലെങ്കിൽ മൗത്ത് ഓപ്പണിംഗ് ജാസ്തി ആക്കണം? മൗത്ത് ഓപ്പണിംഗ് മതിയല്ലേ? അത് റെഡിയാക്കി തരാം, എനിക്കിതെല്ലാം പ്രോബ്ലം ഇല്ല. നമ്മൾ കോസ്മെറ്റിക് സർജറി ചെയ്യുക, മനസ്സിലായില്ലേ? ഫങ്ഷണൽ സർജറി ഇല്ല. എന്ത് വ്യത്യാസം? ഫങ്ഷണൽ സർജറി പറഞ്ഞാൽ താട ഓപ്പണിംഗ് ജാസ്തി ആക്കണം, ഇല്ലെങ്കിൽ പല്ല് മാറ്റും, അങ്ങനെ പോലത്തെ നിങ്ങൾക്ക് വേണ്ട. ഇത്രയും വർഷം ഈ സെറ്റിൽ നിങ്ങൾ ഭക്ഷണം എല്ലാം കളഞ്ഞിട്ട് എല്ലാം റെഡി ആയില്ലേ, അപ്പം അത് റിസ്ക് എടുക്കണ്ട. ഇവിടെ ചെറിയ പ്രോബ്ലം ഉണ്ട്, പക്ഷെ ഞാനെന്ത് പറയാ, അത് അങ്ങനെ വിട്ടിട്ട് ഞാൻ നിങ്ങൾക്ക് ഫേസ് മാത്രം റെഡിയാക്കി തരാം. താളർന്ന് ഫുള്ളായിട്ട് 15, 16, 20 മില്ലിമീറ്റേഴ്സ് കുറേ ചെയ്യാം, അത് ചെയ്തു തരാം. അപ്പോൾ ഫേസ് നന്നായിട്ട് ക്ലിയർ ആവും. അതിനുശേഷം വേണമെങ്കിൽ ഇവിടെ ക്ലിപ്പ് ഇടാം നാട്ടിൽ ചെന്നിട്ട്, അപ്പർ ജോ മാത്രം. ആഫ്റ്റർ സർജറി വേണമെങ്കിൽ അത് ഓപ്ഷണൽ, 100% വേണമെങ്കിൽ വേണ്ട. ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയെങ്കിൽ ഇടണ്ട, പിന്നെ വേണ്ട. ഇപ്പം നിങ്ങൾക്ക് സ്നോറിങ് ഉണ്ടോ? അത് ക്ലിയർ ആക്കാം, സിമെട്രി ആവും. ഇത് നല്ലതായിട്ട് ഫ്രണ്ടിലോട്ടും ഡൗണിലോട്ടും വരും. നിങ്ങൾ ഫേസിന് നല്ല ബാലൻസ് കിട്ടും. ഓട്ടോമാറ്റിക്കായിട്ട് ചീക്ക് കുറയും. അതിനൊന്നും നമുക്ക് ചെയ്യണ്ട. വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ജാസ്തി കുറയണമെങ്കിൽ ഇവിടെ ഒരു ബക്കിൾ ഫാറ്റ് ഉണ്ടാവും, ഫാറ്റ് കൊഴുപ്പ്, അത് എടുത്ത് കളയാം. അതൊന്നും ജാസ്തി കോസ്റ്റും ആകത്തില്ല, ജാസ്തി സമയം ആകത്തില്ല. നിങ്ങൾക്ക് എന്താ ചെയ്യണം? എന്ത് പോകണം? 1 വീക്കിൽ പോകും. 1 വീക്കില് അപ്പ് ചെയ്യാം. 1 വീക്ക് വേണ്ട, വളരെ കമ്മി സമയം. നമുക്കൊരു ഇവിടെ സ്റ്റേ ഒരു 3-4 ദിവസം മതി. പക്ഷെ പുറത്തിൽ പോവുക 1 വീക്ക് വേണ്ട, ഒരു 2 വീക്സ് 3 വീക്സ് ഉണ്ടെങ്കിൽ നമുക്ക് നല്ലതാണ്. അവിടെ ചെന്നിട്ട് ഇതാതൊന്നും ആയാൽ നമുക്കിത് മൈനർ സർജറി, താടെല്ലാം കട്ട് ചെയ്തിട്ട് പ്ലേറ്റ് സ്കൂളിൽ വെക്കില്ലേ, അവിടെ പ്രശ്നം. അവിടെ ചെന്നിട്ട് എവിടെ വർക്ക് ചെയ്യുക? ഗൾഫിൽ. അവിടെ ചെന്നിട്ട് ഇതാത് പ്രോബ്ലം ആയാൽ നിങ്ങൾക്ക് ടെൻഷൻ ആവും. വേണ്ട, അടുത്ത ടൈം ചെയ്യാം. ഇപ്പം തന്നെ നിങ്ങൾ അപ്പോയിൻമെൻറ്റ് എടുക്കുക 2 months കഴിഞ്ഞിട്ട്. അല്ലെങ്കിൽ നമുക്കിവിടെ തിരക്കുണ്ടാവും, അപ്പോൾ സമയം ചിലപ്പോൾ പ്രോബ്ലം ആവും. വേണ്ട, അതെല്ലാം റിസ്ക്കായ പ്രൊസീജിയേഴ്സ്. ഇത്ര ചെറിയ വയസ്സിൽ ചെയ്ത ജോയിൻറ്റ് റീപ്ലേസ്മെൻറ്റ് നിങ്ങൾ ഇൻ്റർനെറ്റിൽ നോക്കണം. ഇറ്റ് ഈസ് വെരി റീസെൻറ്റ്, 15-10 years മാത്രം പ്രൊസീജിയർ റെഡി ആയിട്ടുണ്ട്. ജോയിൻറ്റ് റീപ്ലേസ്മെൻറ്റ് ചെയ്ത പേഷ്യൻസിന് 10 വർഷം കഴിച്ച് വീണ്ടും ജോയിൻറ്റ് റീപ്ലേസ്മെൻറ്റ് ചെയ്യണം. അങ്ങനെയുള്ള പ്രോബ്ലംസ് ഉണ്ട് അതിൽ. അപ്പം അത്യാവശ്യം പ്രോബ്ലം ഉണ്ടെങ്കിൽ മാത്രം അങ്ങനെ പോലെ പരിപാടിയിൽ നമുക്ക് റെഡിയാക്കാൻ പോകണം. ഇന്നൊന്നും അതിന് കോസ്റ്റിങ് ജാസ്തി. നമ്മൾ കസ്റ്റം ഫാബ്രിക്കേറ്റ്, ഞങ്ങൾ പേഷ്യൻ്റ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്, പക്ഷെ അവർക്ക് ട്യൂമർ ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ട്യൂമർ എടുത്ത് കളയുമ്പോൾ നമുക്ക് ജോയിൻറ്റ് റീപ്ലേസ്മെൻറ്റ് ചെയ്യണം. എനിക്ക് ട്യൂമർ ഒന്നുമില്ല. മൗത്ത് ഓപ്പണിംഗ് ഇപ്പോൾ ഇത്ര ഉണ്ട്, അതിന് നോട്ട് ബാഡ്.
ഇന്നും കമ്മിയായ നമുക്ക് പിന്നെ മൗത്ത് ഓപ്പണിംഗ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി ചെയ്യണം. ബട്ട് നൗ യു ഡോണ്ട് നീഡ്. ആക്ച്വലി ഇപ്പോൾ ആ ഒരു ചിന്നിൻ്റെ ആ വർക്ക് ചിന്നും ഫേസും ലിപ്സും എല്ലാം ക്ലിയർ ആവും. ലിപ്പ് ചെറുതാവും, ഇവിടെ കുറച്ച് കമ്മിയാവും, ഈ ലൈന് വരും, ഇത് പൊങ്ങും, ആ ചോലെല്ലാം വരും. പിന്നെ ആ എല്ലാം റെഡിയാക്കി തരാം. ഒരേ സർജറി ഇല്ലേ? ഒരേ സർജറി എല്ലാം റെഡിയാക്കി തരാം. 4 days പ്ലാൻ ചെയ്യുക. മേ ബി 1 day എക്സ്ട്രാ സേഫർ പറയാം നിങ്ങൾക്കത്. അപ്പം വരുമ്പോൾ ഒരാഴ്ച റെഡി ആയിട്ട് വന്നോ. ഇപ്പോൾ ചിലപ്പോൾ വന്ന ദിവസം സർജറി ഉണ്ടാകത്തില്ല, അടുത്ത ദിവസം സർജറി ആവും, ഇങ്ങനെ ഇതാ. അപ്പോയിൻമെൻറ്റ് നിങ്ങൾ എന്ന് വേണം ഇപ്പോൾ ചോദിച്ചാൽ കിട്ടും. അവർക്ക് ചോദിച്ചാൽ മതി എപ്പോൾ അപ്പോയിൻമെൻറ്റ് വേണം, കിട്ടും. പക്ഷെ ചെയ്തിട്ട് ഒരു 15 days മിനിമം നാട്ടിലുണ്ടായാൽ മതി. കാസർഗോഡ് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. എനിക്ക് ഗൾഫ് പോയാൽ ഏതാണ്ട് ചെറിയ പ്രോബ്ലം വന്നാൽ നമ്മളത് അത് ഫോളോ അപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടാവും. 20 days 15 to 20 days എവിടെ ഉണ്ടെങ്കിൽ നമുക്ക് സേഫ്. ആ അപ്പം ഒരു പ്രോബ്ലം ഇല്ല. ഓക്കെ, कॉस्ट ऑर्डर भरिए आप रिजो के पास भेजो, उनको कॉस्ट डिटेल से बताना. अपॉइंटमेंट चाहिए तो ले सकते हैं ये लोग. ओके बाय. सी यू.